ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം തുടങ്ങണത് ഭയങ്കര ലോ ആണ്. ഞാനിതുവരെ എണീറ്റിട്ടേ ഇല്ല. ഇപ്പം സമയം 9:30. 9:30. ഇന്നലെ പാരസെറ്റമോളൊക്കെ കഴിച്ചിട്ട് തന്നെ കിടന്നതാണ്. ഫീവറിഷ്, നല്ല കോൾഡ്. ഇന്ന് വാക്കിങ്ങിന് പാവം സുഖി തന്നെ 2 ട്രിപ്പായിട്ട് പോയി. മൊമോനെ സെപ്പറേറ്റ്, സോറോ റൂഫി സെപ്പറേറ്റ് ആയിട്ട്. ഒന്ന് ജിമ്മിൽ പോകുമെന്നറിയില്ല. എനിക്കിന്ന് തീരെ വയ്യാത്ത കാരണം ഞാൻ പോണില്ല. സുഖി പോകുമെന്നറിയില്ല. നമുക്ക് എണീറ്റിട്ട് വേറെ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നാ പേഷ്യൻ്റായി. പേഷ്യന്റ് കിടന്നുറങ്ങൂട്ടാ, ജിമ്മിൽ പോയിട്ട് വരാനാണ്. 3 നാൾ വാക്കിംഗ് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇന്ന് മോർണിംഗ് ഡ്രിങ്ക് ഫ്ലാക്സ് സീഡ് വാട്ടറാണ് കേട്ടോ. തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ച ഫ്ലാക്സ് സീഡ് വാട്ടർ മൈക്രോവേവ് ചെയ്തിട്ട് കുടിക്കണം. പിന്നെ പിള്ളേരൊക്കെ ദാ ഇവിടെ കിടക്കുന്നുണ്ട്. അവരൊക്കെ വാക്കിംഗ് കഴിഞ്ഞ് വന്ന് എന്തോ സ്നാക്സൊക്കെ കഴിച്ചിട്ട് കഴിച്ചോ ഇല്ലെന്ന് അറിയില്ല, നോക്കാം. സ്വിഗ്ഗിയാണ് കൊണ്ടുപോയിണ്ടായിരുന്നത്. എല്ലാവരും ഇവിടെ സൈഡായിട്ട് കിടക്കുന്നുണ്ട്. റൂഫി, സോറോ, മൊമോ എല്ലാവരും ഉണ്ട്. എനിക്ക് വയ്യ പറഞ്ഞാൽ അവർക്കും ഭയങ്കര സാഡ് പോലെയാണ്. ഇതാണ് എൻ്റെ സേവിയർ കേട്ടോ. ഈ യൂക്കാലിപ്റ്റസ് ഓയിൽ വെള്ളത്തിൽ ആക്കി സ്റ്റീം എടുത്തിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ബെറ്റർ. ഫീവർ വന്നില്ല, കോൾഡ് മാത്രം തന്നെ വന്നുള്ളൂ. കുറച്ച് കുറവായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ, നോക്കാം. അയ്യോ, ഈ മൈക്ക് വന്നതിന് ശേഷം വേറൊരു തലവേദന ഉണ്ട് കേട്ടോ. കുറേ നേരം ഞാൻ വീഡിയോ എടുത്തതിൻ്റെ ഒന്നും വോയിസ് വന്നിട്ടില്ല. വോയിസ് റെക്കോർഡായിട്ടേ ഇല്ല. എന്താ സംഭവം എന്നറിയില്ല. ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ഞാൻ കുത്തി വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ കുറേ ലേറ്റ് ആയതുകൊണ്ട് എന്താ അറിയില്ല. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇത് അവക്കാഡോ സ്പ്രെഡാണ് കേട്ടോ. ഇന്ന് ഉള്ളി ഇതൊന്നും കട്ട് ചെയ്യാനുള്ള എനർജി എനിക്കില്ല. അപ്പം ഞാൻ അവക്കാഡോനെ സ്മാഷ് ചെയ്തിട്ട് ഈ 3 സോസുകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. തന്തൂരി സോസ്, ചീസി ചിപ്പോലെ സോസ്, അമേരിക്കൻ മസ്റ്റർഡ് സോസ്. ഇനി ഇത് നമ്മൾ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും, എനിക്ക് സുഖിനും. എന്നിട്ട് 2 മുട്ട ഇതിൽ സ്മാഷ് ചെയ്തിട്ട് സ്പ്രെഡ് ആക്കും വിത്ത് സൗർഡോ ബ്രെഡ്. അപ്പം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞാൻ നേരത്തെ എൻ്റെ വിത്തിട്ട് മുളച്ചതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും വോയിസ് വന്നിട്ടില്ല. അതൊന്നുകൂടെ കാണിച്ചു തരാം. ഇത് കൊറിയാണ്ടറിൻ്റെ കേട്ടോ. കൊറിയാണ്ടർ സീഡ്സ് വിത്തിട്ടത് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കുള്ള കൊറിയാണ്ടർ ലീഫ് ഇവിടെ വരും. ഇനി ബെഡ്റൂമിലെ ബാൽക്കണിയിൽ കാണിക്കാം. ഇവിടെ ദാ ഇത് അമറാന്ത് ചീര, ഇതും ചീര തന്നെ കാണാണ്ട. പിന്നെ ഇത് മുളകിൻ്റെ ചെടിക്ക് വിത്തിട്ടത്. പിന്നെ ഇത് നമ്മുടെ റോസ്, കറിവേപ്പില. ഇതാണ് ബെഡ്റൂം ബാൽക്കണി കേട്ടോ. ബെഡ്റൂം ബാൽക്കണിയിൽ ഇത്ര ചെടികളുണ്ട്. ഇവൻ അകത്തിരുന്ന് കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പുറത്ത് കൊണ്ടുവന്ന് വെച്ച്. ഉള്ളിൽ പച്ച വരുന്നൊക്കെ ഉണ്ട്. നല്ല ഉണങ്ങിയാൽ നമുക്കതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് അകത്ത് പോകാം. അപ്പം നമുക്ക് കഴിക്കാം. സുഖി വരാൻ ഇനി ലേറ്റ് ആകും. അപ്പോഴത്തേനും ഇനിയിപ്പോൾ ദീദി വരും. ദീദി വന്നാൽ കഴിക്കാൻ പറ്റില്ല, പിള്ളേരനെ നോക്കണം. അപ്പം നമുക്ക് ദീദി വരുന്നതിൻ്റെ മുന്നേ കഴിക്കാം. ഇതിൽ ഞാൻ ബോയിൽഡ് എഗ്ഗും സ്മാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ലേശം കുറവായിരുന്നു, അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട്. കാരണം നമ്മൾ മുട്ട പുഴുങ്ങണമെങ്കിൽ ഉപ്പില്ലല്ലോ. എന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഇതിലിങ്ങനെ വെക്കുക, സ്പ്രെഡ്. എന്നിട്ട് അങ്ങനെ കഴിക്കാം. രമ്മി, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തില്ലെങ്കിൽ ചെയ്ത് നോക്ക്. ഈ ബ്രെഡ് പിന്നെ ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി ഇച്ചിരി ഹാർഡാണ്. സവർഡോ മൾട്ടിഗ്രെയിൻ ബ്രെഡ്. പിള്ളേർക്കൊക്കെ അവിടെ കൊക്കോ വർത്താനം പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്.
പിള്ളേർക്കൊക്കെ മുട്ട പുഴുങ്ങിയത് 3 പേർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. റൂഫി, മോമോ, പിന്നെന്താ സോറോ കുറച്ച് നേരമൊക്കെ ആലോചിച്ച് നിൽക്കുന്നിട്ടേ കഴിക്കുള്ളൂ. ഞങ്ങൾ കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് സോറോന്. അപ്പോൾ കഴിക്കും. സുഗീൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവൻ വന്നാൽ അവനെ കഴിക്കും. അപ്പോൾ വരും പറഞ്ഞു. കഴിക്ക്. എന്താ മോമോ, എന്താ തരേണ്ടത്? നീ എന്താ തരേണ്? നിന്റെ കഴിച്ചു കഴിഞ്ഞതല്ലേ? എന്താ അത് സോറോന്റെ ഫുഡല്ലേ? ആ, അത് സോറോന്റെ ഫുഡാ. മോള് കഴിച്ചതല്ലേ? എവിടെ പോണ്? മോള് കഴിച്ചതല്ലേ? പിന്നെന്താ? എന്താണ്? നീ ഫുള്ള് കഴിച്ചു, റൂഫി ഫുള്ള് കഴിച്ചു. എന്താ മതി? എനഫ്? നോ. നോ. അങ്ങനെ ദേ ജിമ്മ് കഴിഞ്ഞ് വന്നേക്കണ സുഖി. എങ്ങനെയുണ്ടായി സുഖി ഞാനില്ലാതെ പോയ ജിമ്മ്? എന്ത് പറഞ്ഞാലും എനിക്ക് സ്വന്തമായിട്ട് പോയി തോട്ടാൻ പറഞ്ഞ് ജീവിതത്തിലെല്ലാം പഠിച്ച പാടാ. അതായത് നിനക്ക് നല്ല മനസ്സമാധാനം ഉണ്ടായിരുന്നു ഇന്ന് ജിമ്മില്. അല്ലെങ്കിൽ നമ്മള് ജിമ്മിൽ പോയാൽ നീ നിന്റെ പണി, ഞാൻ എന്റെ പണി തന്നെയല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൈൻഡ് ആക്കാറുണ്ട്. ഞാൻ ഇടക്ക് പോയി ജസ്റ്റ് ഒന്ന് തട്ടിവിടും, ഒട്ടിവിടും, അത്ര. ടൈം റിമൈൻഡ് ചെയ്യാൻ ഞാൻ ഉണ്ടാവാറുണ്ട്. ഇന്ന് എന്തെത്ര ലേറ്റ്? 9:30 പോയിട്ട് 11:30 വരുന്നുണ്ടാ? ഇതാണോ കറക്റ്റ് ടൈം? 2 hours? മൂന്ന് പേരും മുട്ടൊക്കെ കഴിച്ച് ഗുഡ് ഗേൾ ആയിട്ട്. നിന്റെ മോനെ ഏതാ സാധനം എന്നറിയോ? മുട്ട വെറുതെ വെച്ചു കൊടുത്താൽ മേലത്ത് മാത്രം തിന്നിട്ട് പോവാ. പിന്നെ ഗീ ഒഴിച്ചു കൊടുത്താലും മുഴുവൻ അടിച്ചു തിന്നേക്കണ്. VIP ആണ് വേട്ടാ. ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടാ. ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാ. 1 പോർഷൻ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, ഒരു 1.5 പീസ് ഉണ്ട്, ഒരു ഹാഫ് മുട്ട, കുറച്ച് റൈസ്. അപ്പോൾ ഇന്നെനിക്ക് കുക്ക് ചെയ്യാനൊന്നും വയ്യ, വർക്കും ഉണ്ട്. ഞാൻ ലീവൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ വർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുക്കിംഗ് കൂടെ നടക്കില്ല. എനിക്ക് മൂക്കൊലിച്ചിട്ട് തല കുരിക്കാനേ പറ്റില്ല. ആവി പിടിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. ഇന്നലെ 2 പ്രാവശ്യം പിടിച്ച്, ഇന്നും പിടിക്കണം. ഇതൊഴിച്ചിട്ടാണ് ആവി പിടിക്കണത്. കാണാണ്ട. ഇത് യൂക്കാലിപ്റ്റസ് ഓയിലാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടാ. എൻ്റെ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങും. ഇത് മോമോ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. റൂഫി ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. സോറോ അകത്താണ് കേട്ടോ. ഗുഡ് ഈവനിങ്. മൂക്കൊലിച്ചിട്ടിരിക്കരുത്. കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ചെവിയിൽ കാറ്റ് കയറാതിരിക്കുക. ഹെഡ്ഫോൺ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പാരസെറ്റമോളിലാണ് ലൈഫ്. പിന്നെ ഇന്ന് തീരെ മുഖം കാണിച്ചില്ലെങ്കിൽ എൻ്റെ വ്ളോഗ് എങ്ങനെ എൻ്റെ വ്ളോഗാകും? പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്നെ പേഷ്യൻ്റ് ആയിട്ട് കാണൂ, എനിക്ക് കുഴപ്പമില്ല. കണ്ടോളൂ. വരുന്നില്ല തോന്നണ. ഇന്ന് വീട്ടിൽ അടുപ്പ് പകഞ്ഞിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് അവക്കാഡോ എഗ്ഗ് ഇട്ടുള്ള ടോസ്റ്റ് ആയിരുന്നു. ലഞ്ച് ഞാൻ
ഇവിടെ അടുത്തൊരു ചെറിയൊരു ധാബ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നാവുമ്പോൾ വേഗം വരും ചെയ്യും, ചീപ്പായിട്ടുണ്ട്. 100 സംതിങ്ങിന് സിംഗിൾ സർവ് ബിരിയാണി കിട്ടി, അത് കഴിച്ചു, ഹാഫ് ബിരിയാണി. പിന്നെ വൈകുന്നേരത്തേക്ക് സുഖി എന്തെങ്കിലും ഉണ്ടാക്കും. ഫിഷ് കറി ഉണ്ട്, ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ഉണ്ട്, ചോറുണ്ടാക്കിയാൽ പോലെ. നീ ബിരിയാണി കഴിക്കാ, നീ ബിരിയാണി കഴിക്കാ, ഞാൻ പഴയ ചോറ് കഴിക്കടാ. പുതിയ ചോറുണ്ടാക്കി തരാന്ന് ആള് നോക്ക്. ഫിഷ് മാരിനേറ്റ് ചെയ്തതുണ്ട്, ഫിഷ് ഫ്രൈ ആക്കി തരാ പറയുന്നുണ്ട്. എന്താ അഹങ്കാരം. ഞാൻ പറഞ്ഞതാ എനിക്ക് രസം ഉണ്ടാക്കി തയോ, വയ്യാത്ത കുട്ടിയാണ്, രസം ഉണ്ടാക്കി തയോ. അപ്പൊ മാത്രമേ ഉണ്ടാക്കി തരാറുള്ളൂ. വൈകുന്നേരം രസം ഉണ്ടാക്കി, ഞാൻ രസം കുടിക്കും. ഓക്കെ, നീ സംസാരിച്ചോ, കേക്കും മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഡീല് കിട്ട് വരുന്നില്ല പുറത്തേക്ക്. ഓ, തെങ്ങൊക്കെ എടുത്ത് മാറ്റിയ അത് കട്ട് ചെയ്തോ. എനിക്ക് റീടേക്ക് എടുക്കേണ്ടി വന്നു ഗൈസ്. കാരണം ഒരു മൈക്ക് സുഗിന്റെ അടുത്തായിരുന്നല്ലോ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നു. സുഗി അവിടെ പറഞ്ഞ് ബേപ്പ് വിടണു, ബൈക്കിൽ പോണ ആൾക്കാർ ചീത്ത വിളിക്കുന്നുണ്ട്, എല്ലാം കൂടി ആയിട്ട് ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. പക്ഷെ എന്താ പറഞ്ഞു വെച്ചാല്, ഒരു ആന്റിയും ഒരു മോളും ഉണ്ട് അവിടെ. അപ്പൊ അവര് കണ്ടപ്പോ അവര് വന്നിട്ട് സംസാരിച്ചു. അവർക്കൊരു ഷിഡ്സും ഉണ്ട്, 11 months. ഈ മാസം 24-ാം തീയതി വന്നാൽ ഫസ്റ്റ് ബർത്ത്ഡേ. മോമോനേക്കാളും ഫ്യൂ ഡേയ്സ് മൂത്തത്. അപ്പോ മോമോന് August 4th വന്നാൽ 1 year ആണ്. ഓക്കെ, അപ്പൊ എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര വിഷമം. ഈ ആഴ്ചയും കൂടിയല്ലേ ഉള്ളൂ മോമോ പറഞ്ഞിട്ട്. മോമോ പോവല്ലേ പറഞ്ഞിട്ട് ഒരു സാഡ്. സൺഡേ അല്ലെങ്കിൽ മൺഡേ പ്രശാന്ത് ചാബി എത്തും, അപ്പൊ മോമോ പോകും. പിന്നെ ഞങ്ങൾ കാണും, ഞങ്ങളൊക്കെ ഒന്നിച്ച് തന്നെ എല്ലായിടത്തും പോകും വരൊക്കെ ചെയ്യുന്നത്. പക്ഷെ വീട്ടിൽ നിന്നിട്ട് കളിക്കണ പോലെ ആ ഒരു രസം ഉണ്ടാവില്ലല്ലോ, അത് മാത്രം ഒരു സാഡ് ആയിട്ടുണ്ട്. ഇന്ന് അവള് കുറെ നേരം എന്റെ നെഞ്ചത്ത് വന്ന് നിൽക്കുന്നു. എനിക്ക് വയ്യല്ലോ, ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചിണുങ്ങണ സൗണ്ട് ഉണ്ടാക്കരുത്. അപ്പൊ അവൾക്ക് ഭയങ്കര വിഷമാത്. അപ്പൊ അവള് ചാടി വരും, എനിക്ക് നെഞ്ചത്ത് ഇങ്ങനെ കിടക്കരുത്. സോ ഐ എം ഗോയിങ് ടു മിസ് ഓൾ ദിസ്. അപ്പൊ സുഖി പറഞ്ഞു, എനിക്ക് രാവിലെ എണീക്കണ്ടല്ലോ, സുഖമായി ഉറങ്ങാലോ. അതൊരു പോയിന്റ് ആണ്, അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അവളെ ഞാൻ മിസ് ചെയ്യും. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ്. പിന്നെ അത് ഷവർമയും അൽഫാമിലൊക്കെ എത്തി. നമ്മളിവിടെ മൊഹബത്ത് പറഞ്ഞ ഹോട്ടലിൽ വന്നേക്കുവാണ് കേട്ടോ. നല്ല രസം, ഔട്ട്ഡോർ പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് നമ്മൾ കഴിക്കണമുണ്ട്. വർക്ക് ഫ്രം റെസ്റ്റോറൻറ്റ് പറയുന്ന പോലെ എല്ലാ സെറ്റപ്പായിട്ടാണ് വന്നുള്ളത്. ഫുഡ് വന്നപ്പോൾ ഒന്നും ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ഫുഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി, എല്ലും തോലും ആയിട്ടുണ്ട്. ഡാഡി ഫുഡ്, മോമോ ഡാഡി ഫുഡ് തന്നാ? നീ ഫുള്ള് കഴിച്ചാ? ഫുള്ള് കഴിച്ചാ ഫുഡ്? ഫുൾ ഫുഡ് കഴിച്ചില്ലേ? എവിടെ ബാക്കിയുള്ള പിള്ളേര്? ഫുള്ള് കഴിച്ചാ ഫുഡ്? ഫുള്ള് ഫുഡ് കഴിച്ചില്ലേ പൊന്നെ? നീ പാതി ബാക്കി വെച്ചിട്ട് പറഞ്ഞു ഡാഡി. നീ കഴിച്ചാടി അമ്മു? ഫുൾ കഴിച്ചാ? ഫുഡ് കഴിച്ചാ? ഗുഡ് ഗേളാ നീയേ? ഗുഡ് ഗേളാ റൂഫി? സുഖി എന്ത് ചെയ്യുന്നുണ്ട്? സുഖി കൊറേ ബിസ്ക്കറ്റ് തിന്നാൻ പാടില്ല, ആ പെണ്ണ് പറഞ്ഞു. സുഖി കൊറേ ബിസ്ക്കറ്റ് കഴിക്കരുത്, ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റ് ഡെയിലി കഴിക്കരുത്. അയ്യോ കുട്ടികളെ, നിങ്ങൾ കാണൂ കുട്ടികളെ, അതാ ഒളിച്ചു വെക്കുന്നു കുട്ടികളെ. ഒരു വലിയ പാക്കറ്റ് ബിസ്ക്കറ്റ് ഫുള്ള് തിന്ന്. അയ്യോ 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 അയ്യോ. അതിനുള്ള സോപ്പ് ഇട്ടാൻ വേണ്ടി വന്നിരിക്കാം.
മതി നോ ബിസ്ക്കറ്റ്സ്. ഓക്കെ, ഡെയിലി ഓൺലി 3 ബിസ്ക്കറ്റ്സ്. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ? ചിക്കൻ. ഗുഡ് ബോയ്. ആ അപ്പോ ഞാൻ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ എന്നെ ബെറ്റർ ആക്കിയത് ഈ സ്റ്റീം എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇന്ന് എടുത്തിട്ടില്ല ഇതുവരെ. ഇന്നലെ 2 പ്രാവശ്യം എടുത്ത്. സോ യൂക്കാലിപ്റ്റസ് ഓയില് ഇതിന്റെ ഉള്ളിൽ പോയതിന് ശേഷം 2 ഡ്രോപ്പ് ഒഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വേർത്ത് കുളിച്ചിട്ട് കാണാം. ഓക്കെ, കഴിഞ്ഞാണ്ടേ കാണട്ടെ. പിന്നെ എന്താ പറയാ, ഗ്ലോയി സ്കിൻ കിട്ടില്ലേ? കൊറിയൻ സ്കിൻ. കൊറിയൻ സ്കിൻ അതിന്റെ രഹസ്യമാണ് ആവി പിടിക്കുക. പക്ഷെ ഒരു ദിവസം കൂടെ റെസ്റ്റ് വേണം സുഖി. നാളെ രാവിലെ പുറത്തു പോകാൻ പാടില്ല. മഞ്ഞ് കൊള്ളാൻ എന്താ ചെയ്തിട്ട് വന്ന് അത് പറയില്ല. മഞ്ഞ് കൊള്ളാൻ പാടില്ല. രാവിലെ എടുത്താ അപ്പഴൊക്കെ ഓക്കെ. മഞ്ഞ് കൊണ്ട തിരിച്ച് വയ്യാണ്ടാവും സുഖി. മഞ്ഞ് കൊള്ളാണ്ട് ജാക്കറ്റ് ഇട്ട് നടക്കാട്ടാ. ഇന്നും 2 ദിവസം തന്നെ പിന്നെ ഓരോരോ. അപ്പൊ 2 ദിവസം എനിക്ക് വേണമെങ്കിൽ വരാം. ഇമോഷണൽ ബ്ലാക്ക്. നോബഡി ഇറങ്ങിയോ? നോബഡി മൂവി ഇല്ല, നാളെ തോന്നുന്നുണ്ട് തേഴ്സ്ഡേ. ഈ ആഴ്ച ഒന്നും നടക്കൂല. എന്തായിരുന്നു അല്ല, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടില്ലെന്ന് കമന്റ് ഇടാൻ പറയാനായിരുന്നു. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. Day 16. ഇറ്റ് വാസ് എ സിക്ക് ഡേ ആൻഡ് എ ലേസി ഡേ. പക്ഷെ വൈകുന്നേരം പുറത്ത് പോയി നല്ല ഫുഡ് അടിച്ചിട്ട് വന്ന് ഫുള്ളൊന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ സീരിയസ് ആയ കോൺവെർസേഷനിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഫുഡൊക്കെ കടിച്ചു പറിച്ച് കഴിച്ച് നിറയെ വർത്താനം വരെ ഫീൽ ഗുഡ് ആയിട്ട് തിരിച്ചു വന്നു. സോ നാളെ again we'll come back with day 17. Till then, tata bye bye. Stay happy, healthy. Virtual hugs. Love you all. Do subscribe, share, like, comment. Bye bye. പത്തയും ഗ്രീൻ ഫോറസ്റ്റ്. ഇത് ബെഡ്ഷീറ്റ് ശരി.